പൊന്നു പോയതുപോലെ ഒരു ദിവസം വീട്ടിൽ കയറി പോകണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പോക്ക് നടക്കുന്നു എനിക്ക് നടക്കില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വഴിക്ക് പോട്ടെ. നിങ്ങളുടെ അപ്പൊ കുഞ്ഞാനെ വിളിക്കോ എന്ന് ചോദിച്ചാൽ ആളോട് പറഞ്ഞു വിളിക്കുന്നോട് വിഷമൊന്നുമില്ല കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇത് വളരെ സോഷ്യലി റിലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. കുറച്ച് മനുഷ്യരുടെ ഒരുപാടധികം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് നിങ്ങളെപ്പോലെ തന്നെ. അപ്പം വായനയിൽ പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കാറുണ്ട്. ഓക്കെ, അപ്പം ഓരോ ജീവിതങ്ങളും ഓരോ മനുഷ്യരുടെ ലൈഫിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ പുസ്തകങ്ങളും ഓരോ മനുഷ്യരുടെ ജീവിതമായിട്ട് കണക്റ്റഡുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല ഈ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ജീവിതങ്ങളും ചില പുസ്തകങ്ങൾ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരം നേടിയിട്ടുള്ളൊരു ഫാമിലിയാണ് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി. അപ്പോൾ അതിനകത്തുനിന്ന് ചില അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള 2 കുട്ടികളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കോൺട്രവേഴ്സി, അതിനുശേഷം ഉണ്ടായിരുന്ന ചില വിഴുപ്പലക്കലുകൾ സോഷ്യൽ മീഡിയക്കകത്ത് നടന്നു. വളരെയധികം അത് ഇതായിട്ട് നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വർത്തമാനം പറച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ അതിനുശേഷം ആദ്യത്തെ കുട്ടി തിരിച്ചു വരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം അവർ അകന്നു നിൽക്കുന്നു. ഞാൻ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇത് ലാസ്റ്റ് വന്നേക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. തുടക്കത്തിൽ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപോകുന്ന സാഹചര്യത്തിൽ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ഒന്നിക്കണം എന്ന് തോന്നൽ നിങ്ങൾക്ക് വരുമോ ഇല്ലയോ? രണ്ടാമത്തെ കാര്യം, നമുക്ക് വിട്ടുപോയ ആൾക്കാരെ തിരിച്ച് കാണണം എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടും എന്തോ മനസ്സിൻ്റെ അകത്തുള്ള ദേഷ്യവും വെറുപ്പും അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ അവരുടെ അടുത്ത് മിണ്ടാതിരിക്കുമോ? അതോ ഒരു സുപ്രഭാതത്തിൽ അത് താങ്ങാൻ പറ്റാതെ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥ വരുമ്പോഴേക്കും നമ്മൾ കണ്ടുമുട്ടണം, കാണണം, അല്ലെങ്കിൽ കണ്ട് ഒരു കാർമേഘം പോലെ പെയ്തൊഴിയണം എന്നുള്ള തോന്നൽ വരുമോ? കാരണം വെറുപ്പ് എന്നും നമ്മളെ പിണക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പിണക്കവും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇതുവരെ ആരോടും പിണങ്ങാത്തവർ, ജീവിതത്തിൻ്റെ അകത്ത് കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്തവരൊക്കെ കമൻറ്റ് ചെയ്യുക. അതോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഒത്തൊരുമിച്ച് പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അതും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി. ഈ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ പാരൻസിനെ വിമർശിക്കുന്നവരുമുണ്ട്, ഈ കുട്ടികളെ വിമർശിക്കുന്നവരുമുണ്ട്. രണ്ട് സൈഡിൽ നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് വരുന്നൊരു കാര്യത്തിന് 2 പക്ഷം ഉണ്ടാകും. അതിനകത്ത് അത് വിമർശനം ഉന്നയിക്കുന്നവരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എങ്കിലും നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും ഞാനിത് കുറച്ച് മുമ്പ്, കാരണം ഞാൻ എൻ്റെ ഇത് ലാസ്റ്റ് വരെ വീഡിയോ പറഞ്ഞു നിർത്തിയ സമയത്ത് ഇതേ കാര്യം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ഒന്നിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനോടൊരു സൂചന പോലത്തെ വീഡിയോ ആണ് വന്നേക്കുന്നത്. നമുക്കത് നോക്കാം. നന്ദൂസ് വ്ലോഗ്. നന്ദന, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നന്ദന കുട്ടി നല്ല ഇച്ചിരി പക്വതയുള്ളൊരു പെൺകുട്ടിയെ പോലെ പെരുമാറുന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ വിചാരിച്ചു വെറും ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ട് നടക്കുമായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ആ കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടു. കുറച്ചധികം നല്ല രീതിയിൽ രണ്ടുപേരും കപ്പിൾ എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവരുടെ ലൈഫിനകത്ത് ഒരു പക്വതയോട് സംസാരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. ആ കുട്ടി കുറച്ചുകൂടെ പക്വതയായിട്ട് സംസാരിക്കുന്നു. അത് വളരെ സന്തോഷം. പൊന്നു പോയതുപോലെ ഒരു ദിവസം വീട്ടിൽ കയറി പോകണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പോക്ക് നടക്കുന്നു എനിക്ക് നടക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയില്ല. പോകുന്നെനിക്ക് തോന്നുന്നില്ല. എന്റെ തീരുമാനം മാത്രമല്ല. എന്റെ തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയി ഇരുന്നത്. അതിന്റെ വ്യക്തത എന്തായാലും നമ്മൾ പറയാം. വ്യക്തത വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ വീഡിയോസ് അല്ലേ, ഞാൻ തുടങ്ങിയിട്ടുള്ള വീഡിയോസ് അന്ന് 2-3 വീഡിയോ കണ്ടാലും അറിയാം എന്താണ് കാരണമെന്ന്. ഇപ്പോൾ Q&A ആണ്. Q&Aക്കകത്ത് കുഞ്ഞിന് വീട്ടിൽ പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടാണ് നന്ദൂസ് വ്ലോഗിൽ അവരുടെ വീഡിയോ 3 ദിവസത്തിന് മുമ്പ് വന്ന വീഡിയോ ആണ്. എനിക്ക് കുറച്ച് ആൾക്കാർ അയച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയം വന്നതും വീഡിയോ വന്നതൊക്കെ ഞാൻ കണ്ടത്. ചിലപ്പോൾ കണ്ടിരുന്ന നേരത്തെ ചെയ്തേനെ, പക്ഷേ ഞാൻ വൈകിയാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം കണ്ടു, അതിനകത്തുള്ള വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് അത് Q&A വച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? Q&A എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരണം. ആ വരുന്നതിനകത്ത് അവർക്ക് എവിടെയോ പറയേണ്ട കാര്യങ്ങൾ, അവർക്ക് നിരന്തരമായ ചോദ്യങ്ങൾ, നേരിട്ടും അല്ലാതെയും വരുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടികൾ ചിലപ്പം അത് സൂചന പോലെ കൊടുക്കേണ്ട ഒരു കാര്യം വരും. അത് തന്നെയാണ് Q&Aയുടെ മെയിൻ ലക്ഷ്യം. അത് ആര് ചെയ്തിരുന്നാലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഞാനിപ്പോൾ നാളെ ഒരു പ്രഭാതത്തിൽ ഒരു Q&A വെച്ചുകളയാം എന്ന് അങ്ങനെ ആരും വിചാരിക്കത്തില്ല. എന്തൊക്കെ അതിനകത്ത് പറയാനുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ അതിനകത്ത് പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അവരുടെ ഈ ഒരു സംഭവത്തിൻ്റെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുഞ്ഞൻ വീട്ടിൽ പോവാത്തതിൻ്റെ കാരണം എന്നാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? കുഞ്ഞൻ വീട്ടിൽ പോവാത്തതിൻ്റെ കാരണങ്ങൾ, മുൻകാലത്തുണ്ടായ പ്രശ്നങ്ങൾ. ഓക്കെ, അതാണ് ആ പുള്ളിക്കാരൻ പറയുന്നത്. മുൻകാലത്തുണ്ടായ പ്രശ്നങ്ങൾ. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദ്യം ചോദിച്ചത്, എല്ലാവരോടുമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചത്. പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. ഇത് കേൾക്കുമോ എന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ കേൾക്കുവാണെങ്കിൽ നന്ദൂസ് വ്ലോഗിലെ ആ പയ്യനും ആ പെൺകുട്ടിയും കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നുള്ളത്, ഇതിനെക്കാട്ടിലും അപ്പുറം പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഫാമിലീസിനെ എനിക്ക് നേരിട്ടറിയാം. ഇന്ന് അവർ വളരെയധികം സന്തോഷകരമായ ജീവിതത്തിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിക്കുന്നു. നിങ്ങൾ പിരിഞ്ഞ് ജീവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മറ്റൊരിടത്ത് നടക്കാത്തൊരു കാര്യമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് മറ്റൊരു കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്നതിന് സമാനതകളില്ലാത്തൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ആകെപ്പാടുള്ള പ്രശ്നം സോഷ്യൽ മീഡിയക്കകത്ത് വന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു അടയാളപ്പെടുത്തപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് എന്നും ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയക്കകത്ത് ഇടാൻ പറ്റുന്നതും പാടുള്ളതും മാത്രമേ ഇടാവൂ.
ഇതല്ല എങ്കിൽ ഈ സാധനങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പോയത് അത് അവിടെ ഒരു മാലിന്യം പോലെ അവിടെ കിടക്കും. അത് പിൽക്കാലത്ത് നിങ്ങൾ വളർന്ന് നിങ്ങൾ പ്രായമാകുന്നു, നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്നു, ആ കുട്ടികൾക്ക് പോലും പൊതുശല്യം പോകുന്ന അല്ലെങ്കിൽ അവർക്ക് പോലും ഇതെന്തോ ഇങ്ങനെയൊക്കെ ഇവർ കാണിച്ച് ഇതെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് എത്തിയിട്ട് ആ കുട്ടികൾക്ക് അന്ന് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്നേ ഈ ഒരു കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ഇതൊരു വിഴുപ്പാണ്, ഭാണ്ഡമാണ്. അത് ഇടുന്നതിന് മുൻപൊന്ന് ആലോചിക്കുക എന്നുള്ള കാര്യം 2 വട്ടം ചിന്തിക്കുക. എന്ത് കാര്യവും പ്രൈവസി തുറന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇടുന്ന സമയത്ത് അത് 2 വട്ടം ആലോചിക്കുക. സോഷ്യൽ മീഡിയക്കകത്ത് വന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാത്ത പ്രശ്നങ്ങൾ ഇതിനപ്പുറത്ത് പല കുടുംബങ്ങളിലും നടക്കാറുണ്ട്, നടന്നിട്ടുമുണ്ട്. ഇന്ന് നടന്ന കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ചിലയിടത്ത് മാത്രമേ എന്നും വൈരാഗ്യം വെറുപ്പും വെച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുമിക്കുക. ഇത് അന്നേ ഞാൻ വിചാരിച്ച കാര്യമാണ്, അത് ഒരുമിക്കണം. മൂത്ത കുട്ടി വന്നിരുന്നു, രണ്ടാമത്തെ കുട്ടി കുട്ടിയൊക്കെ തന്നെയാണല്ലോ. അതും തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് കയറി പോകണം, അച്ഛനമ്മമാരോട്ട് സ്നേഹത്തോടെ നിൽക്കണം. എന്തിനാ വെറുപ്പ്? സോഷ്യൽ മീഡിയക്കകത്ത് ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയും. നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ പോകരുതെന്ന് പറയുന്നവരുണ്ടാവും. ഇനി മറ്റൊരിടത്ത് പറയും നിങ്ങൾ കയറ്റരുത്, അഭിമാനം നിങ്ങൾ കയറ്റരുതെന്ന് പറയുന്നുണ്ടാവും. എന്തൊക്കെ പറയാൻ രക്തമല്ലേ, സ്വന്തം രക്തമല്ലേ. ജനിപ്പിച്ച അച്ഛനമ്മമാർക്കും കുട്ടിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ ജനിച്ച മകൾക്കും അച്ഛനമ്മമാരുടെ തിരിച്ച് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അതിനെ തടയേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ട ആവശ്യമോ നമുക്ക് സമൂഹത്തിനില്ല. പക്ഷേ പ്രശ്നം ഇതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അതൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ വീഡിയോസ് എടുത്ത് കാണാം കൂടുതലായിട്ടും, ഇതിൽ പറയുന്നില്ല. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു 4 മാസം മുന്നേ ഇട്ട വീഡിയോസ് നമ്മള് ഈ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ആണ് ഇതിലിടാൻ ഞാൻ. അപ്പൊ അതിൽ നോക്കാം, അപ്പൊ അതിലുണ്ടാകും എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അല്ല ചോദിക്കണ കാര്യങ്ങൾ അതിലുണ്ട്, കൃത്യമായിട്ടുണ്ട്. ഞങ്ങൾ ഓടി തുടങ്ങിയ കാര്യങ്ങൾ വരെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അന്നത്തെ എനിക്ക് തോന്നുന്നത് 47 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു. പ്രശ്നം ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ പറയുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല, കണ്ടുപിടിക്കുക ഓൾറെഡി ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നില്ലല്ലോ. അന്ന് അത് കഴിഞ്ഞ് ഒതുങ്ങി ഞങ്ങളിപ്പോ സന്തോഷമായി ജീവിച്ചു പോകുന്നു. നമുക്ക് ഇനി അതൊന്നും എടുത്തിടാൻ താല്പര്യമില്ല. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മളെ മുന്നത്തേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ പൊന്നേച്ചി പോയത്, പൊന്നേച്ചിയുടെ സാഹചര്യം വരെ എന്റെ സാഹചര്യം വരെ. പൊന്നേച്ചി അന്ന് കയറി പോയത് പൊന്നേച്ചിയുടെ സാഹചര്യം രണ്ടൊരു ഡിഫറെന്റ് ആണല്ലേ. അത് എന്താ പറയുന്നത്, നന്ദന അല്ലേ, നന്ദന എന്ന് പറയുന്ന ആ കുട്ടി സംസാരിക്കുന്നതിൻ്റെ പക്വത ശ്രദ്ധിച്ചോ? ആ കുട്ടിക്ക് നല്ല പക്വത വന്നിട്ടുണ്ട്. നല്ലതാ, അതങ്ങനെ തന്നെ വേണം. കാരണം കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്, ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ടൈം എന്തിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, അതിനകത്ത് ഒരു 100 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി സംസാരിക്കുന്ന വെച്ചാൽ ഇന്നലകൾ ഹിസ്റ്ററിയാണ്, ടുമോറോ നമ്മുടെ നാളെ എന്നുള്ളൊരു കാര്യം മിസ്റ്ററിയാണ്, ടുഡേ എന്നുള്ള സംഭവമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, അതൊരു ഗിഫ്റ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഈ ഗിഫ്റ്റിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തുക. അതുകൊണ്ട് ഇന്നലകളിൽ നടന്ന കാര്യങ്ങൾ വിട്ടേക്ക്. ഇനി ആര് ചോദിച്ച് കുത്തി ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നാലും ഇന്നലെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചു പോക്ക് ഇല്ല. പിന്നെ ഓർമ്മകളിൽ അത് വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ് വിഷമിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമിക്കേണ്ട കാര്യവും നിങ്ങൾക്കുമില്ല. അതുകൊണ്ട് അത് വിട്ട് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പറയാൻ പറ്റില്ല. ഇപ്പൊ അവര് സാഹചര്യം അതുകൊണ്ട് അവരങ്ങനെ ആയി. സത്യം പറഞ്ഞ ആരെങ്കിലും നന്നായിട്ട് ആ സാഹചര്യം ഈ സാഹചര്യം എനിക്കറിയാം. എന്താ വെച്ചാൽ 2 സാഹചര്യത്തിൽ അന്ന് അവിടെ ഉണ്ടായ സാഹചര്യത്തിലൊക്കെ ഞാനുണ്ടായിട്ട് ഇപ്പൊ എന്റെ സാഹചര്യം എനിക്കറിയാലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ചേച്ചിയുടെ സാഹചര്യം, ചേച്ചിയുടെ ഒരു ഇതല്ല നമുക്ക് എനിക്ക് ഓടിച്ചെന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പം അവരുടെ സാഹചര്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ മേ ബി അവരുടെ ഈ ഒരു വീഡിയോക്കകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു കോർ പോയിന്റ് ഇത് തന്നെയാണ്. വളരെ പക്വതയോടുകൂടി ആ കാര്യം കുട്ടി ഹാൻഡിൽ ചെയ്തു. 2 പേരുടെ 2 സാഹചര്യമാണ് എന്നുള്ള കാര്യം അത് കുറേയധികം ഇവരുടെ വീഡിയോസ് ആ കാലഘട്ടം മുതൽ കാണുന്നവർക്കൊക്കെ വ്യക്തമായിട്ടറിയാം. ചില സാഹചര്യങ്ങളിൽ 2ലും വ്യത്യസ്തതയുണ്ട്. ഇത് കല്യാണം ഉറപ്പിച്ച ഒരു പയ്യനാണ്. അഥവാ ഞാനിനിപ്പോൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഇതിന് നടന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയാം. വേണ്ട, അത് നമ്മൾ സംസാരിച്ചെന്നാലും അത് വീണ്ടും ആൾക്കാർക്ക് കിട്ടി ചെയ്യാനുള്ളൊരു സാഹചര്യം വേണ്ട. ഇനി ഇതിനെക്കുറിച്ച് ഇവരുടെ അച്ഛനും അമ്മയും ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിക്കകത്ത് അതിന് ശേഷം വന്നയക്കുന്ന ഒരു ദിവസത്തിന് മുമ്പ് മൺഡേഗോ ഇട്ട വീഡിയോ ഇരിക്കുന്നത്. അതിനകത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ചിരിയും സന്തോഷമൊക്കെ മുഖത്തുണ്ട്. അന്ന് മ്ലാനമായ വിഷമത്തോടുകൂടി നിൽക്കുന്ന സംഭവം. ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിക്കകത്തുള്ള ഈ അച്ഛനും അമ്മയും ശരിക്കും അച്ഛനമ്മമാർ തന്നെയാണല്ലോ. അവർക്ക് എത്ര കുട്ടികളാണ്? 1 2 3 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 4 കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്ക് ഇല്ലാതിരിക്കത്തില്ല. അപ്പോൾ അവർക്കും കുട്ടികളോട് കരുതലുണ്ടാവും. ഒരു സുപ്രഭാതത്തിൽ വളർത്തി വലുതാക്കി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി പൂജയും അമലും അവർ ജീവിക്കട്ടെ കേട്ടോ, അവർ കുറ്റപ്പെടുത്താനല്ല. അപ്പം ആ കുട്ടികൾ ജീവിക്കുന്നു. അതുപോലെ അതും ആ കുട്ടിയെ ആ വീട്ടിൽ നിന്നും ഇറക്കി കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്, സ്നേഹിച്ചിട്ട്. അതുപോലെ ഇവിടെയും കല്യാണം ഉറപ്പിച്ചു. അതിനുശേഷം എന്തൊക്കെ സംഭവങ്ങൾ കാരണം കല്യാണം തടസ്സപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴേക്കും നന്ദന ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിനകത്ത് ആ കുട്ടി ഏകപക്ഷീയമായിട്ടൊരു സുപ്രഭാതത്തിൽ പയ്യനോട് ഇറങ്ങിപ്പോയെന്നല്ല, അത് വീട്ടുകാർ തിരഞ്ഞെടുത്ത പയ്യൻ തന്നെയാണ്. പിന്നീട് എന്തൊക്കെ കാരണങ്ങളാൽ വീട്ടുകാർ തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവർ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഇറങ്ങിപ്പോക്ക് എന്നുള്ളൊരു വിഷയം വീട്ടുകാരെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് അവർക്ക് ഹേർട്ടായി. കാരണം വളർത്തി വലുതാക്കിയതിനു ശേഷം അവരെ വാക്ക് കേട്ടില്ല എന്നുള്ളതാണ്. അവർ തന്നെ കൊണ്ടുകൊടുത്താണെങ്കിലും വാക്ക് കേട്ടില്ല എന്നുള്ളതാണ്.
ആ കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ട്, അച്ഛനമ്മമാരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇതിനകത്ത് രണ്ട് ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ള കാര്യമുണ്ട്. വിഷമങ്ങളും രണ്ട് ഭാഗത്തും ഉണ്ട്. എന്നാൽ ആ ജീവിതം തിരഞ്ഞെടുത്തതിന് ശേഷം ആ കുട്ടി നന്നായിട്ട് പോകുന്നു. അപ്പോൾ വീട്ടുകാർക്ക് സന്തോഷം തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ ഇവരുടെ ഭാഗം അച്ഛനെയും അമ്മയെയും വിളിക്കാൻ മറ്റുള്ളവരുടെ സമ്മതം വേണോ, അത് ചോദിക്കുകയാണ്. നല്ല സുന്ദരമായി ജീവിച്ച് കുറച്ച് കാലം കൂടി ജീവിക്കണം. ഈ സ്നേഹം നിലനിർത്തി ജീവിക്കണം. സത്യമായിട്ടും നമ്മൾ ചാവാനും ഇല്ല, മരിക്കാനും ഇല്ല, ഒന്നിനുമില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വഴിക്ക് പോട്ടെ. നിങ്ങളുടെ അപ്പൊ കുഞ്ഞിനെ വിളിക്കോ എന്ന് ചോദിച്ചാൽ ആളോട് പറഞ്ഞു വിളിക്കണോട് വിഷമമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് സ്നേഹം എന്റെ മനസ്സിന് മാത്രം ഈ മനസ്സെന്ന് പറയും ആ സ്നേഹം എനിക്ക് ആ തൊട്ടറിയാം. രാത്രി ഇന്നലെ ഉറങ്ങുമ്പോൾ രാത്രി എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എന്താ പ്രാർത്ഥിക്കണം ഏട്ടാ ചോദിച്ചു. അപ്പൊ എന്നോട് കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴും എനിക്കറിയാം ആ മനസ്സിൽ ആ ഒരു വാക്ക് കുഞ്ഞെന്നൊരു വാക്ക് ആ വായിൽ ഈ വായിൽ നിന്ന് ഏത് അമ്പലത്തിന്റെ നടയുടെ മുന്നിൽ പോയാലും അവിടെ വേണേ ഞാൻ പ്രാർത്ഥിക്കാണ്ട് വരാം. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇതിനകത്ത് എത്ര അച്ഛനമ്മമാർ ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ ശരിക്കും പറഞ്ഞ ഏറ്റവും കൂടുതൽ ജീവൻ അച്ഛനമ്മമാർ മക്കൾ കൊടുക്കാൻ തയ്യാറാകത്തില്ല. ജീവൻ സ്വന്തം ജീവൻ അല്ല. എനിക്ക് നമുക്കിപ്പം ഈ മക്കളെന്നുള്ള സംഭവത്തിനെ വിട്ട് അല്ലെങ്കിൽ അവരില്ലാത്തൊരു അവരുടെ ഒരു ഇത് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അവർ ഒരു മെയിൻ സംഭവമാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരും അച്ഛനമ്മമാരല്ലേ? അപ്പോൾ ഇവരുടെ മകൾ ഇതുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇറങ്ങി പോകുന്ന സാഹചര്യം വന്നു. അവർക്ക് വേദന ഉണ്ടായിക്കൂടെ? ആ വേദനയ്ക്ക് ഒരു അടിസ്ഥാനമില്ലേ? അവരുടെ ഭാഗം കൊണ്ട് ഒരു ചെറിയ സംഭവം അവർ കൊണ്ടുവന്നതാണെങ്കിലും അവർ തടുക്കാൻ ശ്രമിച്ചു. ആ കുട്ടി ഇത് അറിഞ്ഞൊന്നുമല്ല, ആ കുട്ടിയുടെ അടുത്തിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു ബന്ധം. അപ്പോൾ ആ കുട്ടിയുടെ തെറ്റുമല്ല. അതാ പറഞ്ഞത്, രണ്ട് ഭാഗത്തും ശരികളുണ്ട്. എങ്കിലും ഇവരുടെ വേദനയ്ക്ക് ഒരു ന്യായമില്ലേ? ആ വേദനയാണ് അവരെ പിന്നെ ആ വെറുപ്പായിട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടിപ്പിച്ചത്. അതിന് പകരമായിട്ട് അപ്പുറത്തുനിന്ന് വീഡിയോ ചെയ്യിപ്പിച്ചത്. പിന്നെ പൊന്നു എന്ന് പറഞ്ഞ സഹോദരിയും ഒരു ഇദ്ദേഹത്തിൻ്റെ അളിയനും ഒക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്യേണ്ടി വന്നത്. പിന്നെ പല സാഹചര്യങ്ങളോട് ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് വന്നു ഇവരുടെ. ഓക്കെ, അവരവസാനം ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ച് ഞാൻ അന്ന് ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ഞാൻ ഇന്നും അത് സോഷ്യൽ മീഡിയക്കകത്തൂടെ യൂട്യൂബിൻ്റെ അകത്തൂടെ ഞാൻ ഒരിടത്തും അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, ആരോടും പറയാനും പോയിട്ടില്ല. കാരണം അവർ വിശ്വസിച്ച് എന്നോട് പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ആരോടത്തും പറഞ്ഞിട്ടില്ല. മറ്റേ ജോർജ് കുട്ടി പറയുന്നത് അത് ഞാൻ എൻ്റെ മരണത്തോടൊപ്പം ചുമ്മാ ബാക്കിയേക്കാം. അതാണ് ഞാൻ അത് ചേച്ചിട്ട് ഈ പറഞ്ഞ് നിൽക്കണില്ലേ അവരെ അങ്ങനെ ചെയ്യ അവരിവർക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കും. നാളെ എന്റെ മോൾക്ക് എന്തെങ്കിലും ചെറിയ വയ്യാൻ തോന്നിയില്ല അവർക്ക് വേദനിക്കും. ആർക്കും വേദനിക്കില്ല. അവളവിടെ ഡോക്ടറെ അടുത്തോണ്ടായാലും അല്ലെങ്കിൽ അവളെ മോശം പാടിയാലും ഞാൻ അവിടെ നിന്ന് ഒരുക്കും. അന്നേരോട് പറയാനായിട്ട് എന്താണെന്ന് നടക്കും അയ്യാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്തോണ്ട് ഞാൻ അവിടെ നിന്നിട്ട് ഒരുക്കും. ആ ബന്ധുക്കൾ ഒരുക്കും. ആരും ഒരുക്കില്ല. അവിടെ ചുറ്റുള്ള ആരും ഒരുക്കില്ല. മനസ്സിലായി? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും വന്നാലും ഈ മനസ്സ് പിടയ്ക്കുന്ന പോലെ ഒരാൾക്കും അതൊരു പ്രകൃതി സത്യമാണ്. ചില മാതാപിതാക്കളെങ്കിലും ഇതിന് വിരുദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. എങ്കിലും മെജോറിറ്റി അച്ഛനമ്മമാരെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ പുറമെ പരുക്കനായിട്ട് നിൽക്കുന്ന അച്ഛൻ എന്താടാ തിലകൻ വാ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തിലകൻ ആ ഒരു സെറ്റപ്പൊക്കെ. പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർദ്രമായിട്ടുള്ള മനസ്സുണ്ട്. അച്ഛനെപ്പോഴും വീട്ടിനകത്ത് ദേഷ്യപ്പെടുന്നു. ഞാൻ എന്നെ തന്നെ മാറി നിന്ന് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഞാൻ ചില സമയങ്ങളിലെങ്കിൽ മക്കളോട് ചിലപ്പോൾ എന്തോടെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പിന്നീട് ആലോചിക്കും ഇതെന്താ ഇങ്ങനെ പറഞ്ഞേ. നമുക്ക് അവരോട് പറഞ്ഞ് നമുക്കിപ്പം ഒരു അനിമലാണെങ്കിൽ പോലും അതിനെ ട്രെയിൻ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. കുട്ടികളെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ അലസതയും അവരുടെ വിരക്തിയും താല്പര്യമില്ലായ്മയും കളിയോടുള്ള താല്പര്യവും കാരണം ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കത്തില്ല. അതെങ്കിൽ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി പരുഷമായി സംസാരിക്കേണ്ടി വരും. അപ്പോൾ നോക്കുമ്പോൾ ഇതെന്തോ അച്ഛൻ ഇങ്ങനെ സംസാരിക്കും ചിലപ്പോൾ കുട്ടിക്ക് തോന്നിയേക്കാം. അത് ചിലപ്പം ഓവറായി കഴിഞ്ഞാൽ ടോക്സിക് പാരൻറ്റിങ്ങിലേക്കൊക്കെ പോകും. അത് പോകാതെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നിന്നതിന് ശേഷം ചില സമയത്ത് പറയുമ്പോൾ പോലും പിള്ളേർക്ക് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കും ദൈവമേ ഞാനിത് എന്താ ഈ സംഭവം തെറ്റിയതെന്ന് പറഞ്ഞ സംഭവം അപ്പം എൻ്റെ ഉള്ളിൻ്റെ അകത്ത് ആ സമയത്ത് തന്നെ ഡിങ്കൻ്റെ ഇത് വരും. അപ്പം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു തരും ഇത് ഇങ്ങനെ മേലാൽ ആവർത്തിക്കരുത്, നീ ഇപ്പം കാണിച്ച് നിനക്ക് ഞാൻ മൂക്കാൻ വേണ്ടി അടിച്ച് പൊട്ടിക്കുമെന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയും. അതുകൊണ്ട് കുട്ടികൾ എന്നുള്ള സംഭവം അത് വളർത്തി വലുതാക്കി എടുക്കുന്ന അച്ഛനമ്മമാർക്ക് അവിടെ നിന്ന് അവർ മാറി നിൽക്കുന്നത് പോലും താങ്ങാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു പാരൻ്റാണ് കേട്ടോ. നിങ്ങളെ കാര്യം എനിക്കറിയത്തില്ല. ഇതാണ് സത്യം. അത് ഇന്നലെ നാളെ എല്ലാവരും മനസ്സിലാക്കും, എല്ലാവരും തിരിച്ചറിയും. ചൂടെടുത്ത് എന്തായാലും അവരുടെ മുഖത്ത് ഒരു വലിയൊരു സന്തോഷം നിലനിൽക്കുന്നു. ആ സന്തോഷം നിലനിൽക്കട്ടെ. ഈ രണ്ട് ഫാമിലിക്ക്, അതായത് ഇപ്പം ആ കുട്ടി ഒരു ഫാമിലി ആയിട്ട് മാറിയില്ലേ, 3 പേരുണ്ടല്ലേ. പൊന്നു എന്ന് പറയുന്ന കുട്ടിയുടെ. അപ്പം എല്ലായിടത്തും പറയാനുള്ള കാര്യം സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പാടുള്ളത് മാത്രം കാണിക്കുക. അവിടെ അതിനപ്പുറത്തുള്ള എന്ത് കാര്യം ചെയ്തിരുന്നാലും കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന നല്ല അർത്ഥം. നിങ്ങൾ ചെയ്ത് വച്ചേക്കുന്ന വീഡിയോ ഈസ് എ ബൂമറാങ് ആണ്. ഓക്കെ, ആ വീഡിയോ ഈസ് എ ബൂമറാങ്.
ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കിടക്കുമല്ലേ ഇവിടെ. ഇപ്പം നിങ്ങളുടെ ചാനൽ ഇല്ലെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും ട്രോളായിട്ടും റിയാക്ഷൻ ചാനൽസ് പോലെ നമ്മളെപ്പോലത്തെ ഗുണവധികാരം പറയുന്ന ആൾക്കാരുടെ ഇതാണെങ്കിലും അങ്ങനെ കിടപ്പുണ്ടാകും. അപ്പം ഇങ്ങനെ ഈ സാധനം കിടക്കും. അത് ഫ്യൂച്ചറിൽ കുറച്ചധികം നാൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പോലും നോക്കുമ്പോൾ ചിലപ്പോൾ ചിരിച്ച് കളയുമായിരിക്കും. അതർവൈസ് അത് കിടക്കുവാണ്, അവിടെ ഇങ്ങനെ കിടക്കും. നമ്മുടെ സെർവറുകളുടെ അകത്ത് അതങ്ങനെ ചടഞ്ഞ് കിടക്കും. സോ അതുകൊണ്ട് പബ്ലിക്കലി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മാത്രം കാണിക്കുകയും വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. ബാക്കിയെല്ലാം സന്തോഷമായിട്ട് വരട്ടെ. രണ്ട് കുടുംബാംഗങ്ങളും ഇനി അത് കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ബന്ധങ്ങളും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ടൊക്കെ ഇരിക്കാതെ ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. ചുമ്മാ എന്തൊക്കെയാണ് പറയുന്നത്, രാവിലെയും ഇന്ന് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന സമയങ്ങളിലും ഒക്കെ പലയിടത്തും കാണുന്നതെല്ലാം മരണങ്ങളാണ്. നടന്നു പോകുന്നതിനെ വണ്ടി കയറി കൊല്ലുന്നു, അവിടെ കൂടെ പോകുന്നതിനെ ബസ്സടിച്ച് കൊല്ലുന്നു, ഇവിടെ കൂടെ പോകുന്ന സ്ത്രീയെയും കുട്ടിയെയും വേറൊരു വണ്ടി ഒന്നും അവിടെ കൂടെ പോകുന്ന എന്തൊക്കെയാണ് മരണം വന്ന് കൊണ്ടുപോകുന്ന ജന്മങ്ങൾക്ക് കൈയും കണക്കൂല. അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളടുത്തും പറയുന്നത് ചെറിയ സംഭവമാണ്. അപ്പം നമുക്ക് അവസാനം നിർത്തിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാം, എന്താ ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ. അത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ ആണ് നിങ്ങളുടെ ഈ സ്വപ്നങ്ങളിലും ഭാവനയിലും മറ്റൊരു എഴുതി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം, ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഇവിടെ തന്നെ ഉള്ളൂ. നരകമാണെങ്കിലും സ്വർഗ്ഗമാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് പരമാവധി ജീവിക്കുക, അടിച്ച് പൊളിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുക. ബൈ.